ഇന്ന് എത്തിയിട്ടുള്ളൊരു നിധിയെക്കുറിച്ച് പറയാനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നിധി. നമ്മൾ മലയാളികൾക്ക് പൊതുവെ പൊറോട്ടയും അതിന്റെ കോമ്പിനേഷനായിട്ട് ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നിധിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിധിപ്പൊറോട്ട. ഇതാണ്ടേ അതിനാവശ്യമായിട്ടുള്ളത് ചിക്കൻ ഫ്രൈ വേണം, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാടമുട്ട റോസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഫ് കറി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ്ടേ ഈ പൊറോട്ട ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ. വീട്ടിൽ പൊതുവെ പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അന്നേരം എന്താണ്ടേ സരവണയുടെ പൊറോട്ടയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മലബാർ പൊറോട്ടയുണ്ട്, വീറ്റ് പൊറോട്ടയുണ്ട്, കോയിൻ പൊറോട്ടയുണ്ട്, സിലോൺ പൊറോട്ട ഉണ്ട്. എന്താണല്ലേ, എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതായത് ഇതുപോലെ ഫ്രോസൺ മേടിച്ചിട്ട് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ ഒരു രീതിയിലുള്ള കുത്തു ചൊവയോ ഒന്നുമില്ല കേട്ടോ. അതാണ്ടേ ഇത് കണ്ടോ, നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം അടിച്ചെടുത്തപ്പോൾ നാട്ടിലെ പോലെ ഇത് വിട്ടു വരുന്ന നല്ല ലെയർ പൊറോട്ടാസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ നിധിപ്പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ്ട് ചെയ്യാൻ തുടങ്ങിയാലോ. ഇതുപോലെ 2 ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിടത്തിൽ ഞാൻ ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. എനിക്കിവിടെ വാഴയില ഇപ്പോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ലെയർ ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നമ്മൾ പൊറോട്ട എടുത്ത് വെച്ചു. പിന്നെ വീണ്ടും ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ഒനിയനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും നമ്മൾ ഒരു പൊറോട്ട വെച്ചു. പിന്നെ ഇനി അതിൽ ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ഇട്ടിട്ടുള്ളത് ഒരു ലെയർ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാളയുടെ കൂട്ടത്തിൽ മല്ലിയിലയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന്റെ പുറത്തൊരു പൊറോട്ട വെച്ചു. പിന്നെ വീണ്ടും കാടമുട്ട റോസ്റ്റ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ദാണ്ടേ വീണ്ടും ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവി കൂടെ ചേർത്ത്. ഇനി നമുക്ക് വേണ്ടത് ഒണിയൻ ഫ്രൈ ചെയ്തതാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന അതേ രീതിയിലാണ് നമ്മൾ ഇത് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ ചട്ടിയെ ഒന്ന് മൂടി കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചാണ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഞാൻ ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട്. അപ്പം താണ്ടെ ഇത് ദം എടുത്തതിന് ശേഷം ഉള്ളതാണ്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഒരു മണമില്ലേ, അതല്ല കേട്ടോ ഈ മണം. ഇതാണെങ്കിൽ വേറൊരു മണമാണ്. നമ്മുടെ പൊറോട്ട ദമ്മായി വന്നതിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ. അതാണ്ട് എൻ്റെ അശ്രദ്ധ മൂലം പൊറോട്ട 1-2 എണ്ണം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ടേസ്റ്റ് അസാധ്യമാണ്, കിടു ടേസ്റ്റാണ്. ദമ്മിലിരുന്ന ഒരു പൊറോട്ടയൊക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഡിഷാണ്. അപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇത് സെർവ് ചെയ്തത് നല്ല ചൂട് ചായയുടെ കൂടാണ് കേട്ടോ. നല്ല ചൂട് ചായയും നമ്മുടെ ദം പൊറോട്ടയും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.